ഹലോ എവരിവൺ. നമുക്കിതേ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന കോൺസെപ്റ്റ് ഒന്ന് നോക്കാം. പാർട്ണർഷിപ്പ് ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്? എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്? എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ ചെയ്യുന്നത്? എന്തിൻ്റെ ബേസിലാണ് അപ്രോപ്രിയേഷൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് ആദ്യം തന്നെ എന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്. ഇതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെരി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് ഒരു ഉദാഹരണം, രണ്ട് പാർട്ണേഴ്സ് എ ബി, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ എ ആൻഡ് ബി, ഇവർ ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവർ ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബിസിനസ്സിൽ നിന്നും കുറച്ച് പ്രോഫിറ്റ് ഇവർ ഏൺ ചെയ്തു ഈ ബിസിനസ്. ഇനി ഈ പ്രോഫിറ്റ് ഇത് എയ്ക്കും ബിക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ എത്രയാണ് എയുടെ ഷെയർ, എത്രയാണ് ബിയുടെ ഷെയർ, അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അതായത് ഈ പ്രോഫിറ്റ് എയ്ക്കും ബിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാം. ഇനി എന്തിൻ്റെ ബേസിലാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ചെയ്യുന്നത് എയും ബിയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. ഓക്കെ, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് അവർ ഉണ്ടാക്കും. ഈ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനകത്ത് പറയും എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്രോപ്രിയേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയും. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളിത് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ. ഇനി യൂഷ്വലി ഈ അപ്രോപ്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ആയിരിക്കും അപ്രോപ്രിയേഷൻസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന പേരിൽ പ്രോഫിറ്റിനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് എയ്ക്കും ബിക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കാം. അപ്പം പ്രോഫിറ്റ് എസ് ഒരു 1 lakh റുപ്പി പ്രോഫിറ്റാണ് ഈ ഒരു ഫോമിൽ ഉണ്ടായിരിക്കുന്നത്. ആ 1 lakhനകത്തുനിന്ന് കുറച്ച് എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞിട്ട് എയ്ക്കും ബിക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സാലറി അല്ലെങ്കിൽ കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. സാലറി അല്ലെങ്കിൽ കമ്മീഷൻ, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയും. റെമ്യൂണറേഷൻ. ഇനി വർക്കിംഗ് പാർട്ണർ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഒരു ഫേമിലുണ്ടെങ്കിൽ ആ വർക്കിംഗ് പാർട്ണർക്ക് യൂഷ്വലി കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷനാണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാലറി ഒരു പാർട്ണർ കംപ്ലീറ്റ്ലി ഈ ഫേമിൻ്റെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുന്ന ഒരു പാർട്ണറുണ്ട്. അപ്പോൾ ആ പാർട്ണർക്ക് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ട് സാലറി എന്ന പേരിൽ കുറച്ച് എമൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതും കൊടുക്കുന്നത് എവിടെ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. സോ അതും ഒരു അപ്രോപ്രിയേഷനാണ്. ഇനി കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. ചില പാർട്ണർക്ക് കമ്മീഷൻ എന്നും പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ സാലറി, കമ്മീഷൻ ഇതെല്ലാം എന്തായിരിക്കും? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഇത് കൂടാണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇതൊക്കെ ആയിരിക്കും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഫേമിനകത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ, ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലേക്ക് പല പേരിൽ പല രീതിയിൽ ഫേം എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ഷെയർ ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന പേരിലാവാം, അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന പേരിലൊക്കെ ആയിരിക്കും ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ ഷെയർ ചെയ്യണം എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പാർട്ണേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതായത് അവരുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, അതായത് ഈ ഒരു അപ്രോപ്രിയേഷൻ ചെയ്യുന്നത്. ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ വ്യക്തമാക്കാം. ഒരു രണ്ട് പാർട്ണേഴ്സ് ഉണ്ട്, എ ആൻഡ് ബി. എ ഒരു 50,000 ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ബി ഒരു 60,000 ക്യാപിറ്റലും കോൺട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ അവരൊരു ഫേം സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തപ്പം ഫോം ചെയ്തപ്പോൾ തന്നെ ഈ പാർട്ണേഴ്സ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിനകത്ത് കുറച്ച് ടേംസ് റിലേറ്റഡ് ടു അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, കുറച്ച് ടേംസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയും ബിയും പറയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ദേ എഗ്രീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 10% per annum.
അവരുടെ ഒരു എഗ്രിമെൻ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് 10% പെർ ആനം. അതായത് എയ്ക്കും ബിക്കും ഏതൊക്കെ പാർട്ണറാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ പാർട്ട്നേഴ്സിനെല്ലാം ഇത് കിട്ടും, 10% ഇൻട്രസ്റ്റ് കിട്ടും. അതായത് അവരുടെ ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ 10% ഫേമിൽ നിന്നും ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ അവർക്ക് കിട്ടും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? പ്രോഫിറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ഫേം ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്നും, ഈ ഫേം ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട്, ഒരു പോർഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എയ്ക്കും ബിക്കും കിട്ടും. ഇനി അടുത്ത എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയാണ്. ഓക്കെ, അപ്പോൾ എയും ബിയും എഗ്രി ചെയ്തിരിക്കുകയാണ്. സാലറി ടു എ 500 പെർ മന്ത്, അതേപോലെ തന്നെ സാലറി ടു ബി 200 പെർ മന്ത്. അപ്പം അവർ എഗ്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ പാർട്ണർ ഒരു 500 സാലറി കിട്ടും പെർ മന്ത്, ബി എന്ന് പാർട്ണർ ഒരു 200 പെർ മന്ത് സാലറിയും ഈ ഫേമിൽ കിട്ടും. അപ്പോൾ ഇതും കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ്രം ദ പ്രോഫിറ്റ് ആയിരിക്കും. അതായത് എയ്ക്ക് ഒരു വർഷം 6000 രൂപ സാലറി കിട്ടും, ബിക്ക് 2400 രൂപ സാലറി കിട്ടും. ഈ 6000 രൂപയും ഈ 2400 രൂപയും കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതായത് പ്രോഫിറ്റ് എത്ര രൂപയാണ് പ്രോഫിറ്റ്, അതിൽ നിന്നും 6000 രൂപ എയ്ക്ക് കൊടുക്കണം ഇൻ ദ നെയിം ഓഫ് സാലറി, 2400 രൂപ ബിക്കും കൊടുക്കണം ഇൻ ദ നെയിം ഓഫ് സാലറി. ഇനി അടുത്ത ഒരു എഗ്രിമെൻ്റ് കമ്മീഷനാണ്. കമ്മീഷൻ ടു എ. അപ്പം എക്ക് ഒരു കമ്മീഷൻ ഇവിടെ എഗ്രി ചെയ്തിട്ടുണ്ട് 5000 പെർ ആനം. അതായത് എക്ക് ഒരു 5000 പെർ ആനം കമ്മീഷൻ ഈ ഫേം എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5000 രൂപ കമ്മീഷനും പ്രോഫിറ്റിൽ നിന്ന് വേണം എയ്ക്ക് കൊടുക്കാൻ. അപ്പോൾ പ്രോഫിറ്റിനകത്തുനിന്ന് ഒരു 5000 രൂപ കമ്മീഷൻ എന്ന പേരിൽ എയ്ക്ക് കിട്ടും. ഫൈനലായിട്ട് ദേ എഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി എന്ന് വിചാരിക്കും. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 1:1. അതായത് ഈ പാർട്ണേഴ്സ് എയും ബിയും പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാൻ തീരുമാനം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം, പ്രോഫിറ്റിൽ നിന്നും ഇതെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി എത്ര രൂപയാണോ ഇവർക്കുള്ളത് പ്രോഫിറ്റിനകത്ത് ബാക്കി എത്ര ബാലൻസ് ഉണ്ടോ അത് ഈക്വലി എയും ബിയും ഷെയർ ചെയ്തെടുക്കും. ഇതാണ് ഇവരുടെ എഗ്രിമെൻറ്റ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അപ്രോപ്രിയേഷൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഫസ്റ്റ് ഇയർ എൻഡിൽ ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ, എന്തിനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എല്ലാ ബിസിനസ്സും പ്രിഫറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ആ ഒരു പീരീഡിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ എയും ബിയും അവരുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പം ഈ ബിസിനസ്സിന് ഒരു 50000 രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ 50000 രൂപ പ്രോഫിറ്റ് എയും ബിയും അവരുടെ ഇടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവരിതാ ഈ പറയുന്ന ടേംസിൽ വേണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ആൻഡ് ബാലൻസ് ഇൻ 1:1 റേഷ്യോ എന്ന് പറയുന്ന രീതിയിൽ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവർ ഈ ഒരു 50000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ എത്രയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? 50000 രൂപയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഫേമിൻ്റെ പ്രോഫിറ്റ് 50000. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫേമിൻ്റെ പ്രോഫിറ്റിനകത്ത് നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്കൊക്കെ കിട്ടും? എയ്ക്കും കിട്ടും, ബിക്കും കിട്ടും. ബിക്കോസ് എയ്ക്കും ക്യാപിറ്റൽ ഉണ്ട്, ബിക്കും ക്യാപിറ്റൽ ഉണ്ട്. എയുടെ ക്യാപിറ്റൽ 50000, ബിയുടെ ക്യാപിറ്റൽ 60000. അത് എയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് 50,000, ബിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ഓഫ് 60,000. അതായത് എയ്ക്ക് 5000 രൂപ ഇൻട്രസ്റ്റ്, ബിക്ക് 6000 രൂപ ഇൻട്രസ്റ്റ്. ഇതാണ് ഫസ്റ്റ് അപ്രോപ്രിയേഷൻ. 50000 പ്രോഫിറ്റിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞിട്ട് എയ്ക്ക് ഒരു 5000 രൂപ കൊടുത്തു, ബിക്ക് ഒരു 6000 രൂപ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു 39,000 രൂപ കാണും. 11,000 രൂപ ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞിട്ട് 50,000-ൽ നിന്നും എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് കൊടുത്തു. രണ്ടാമത് പറയുന്നത് സാലറിയാണ്. അപ്പം എയ്ക്കും കിട്ടും, ബിക്കും കിട്ടും സാലറി. അപ്പം സാലറി ടു പാർട്ണേഴ്സ്, സാലറി എയ്ക്കും കിട്ടും, ബിക്കും കിട്ടും. എയ്ക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 500 പെർ മന്ത്. അപ്പോൾ 12 മാസത്തേക്ക് 6000 രൂപ. ഇനി ബിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 200 × 12, അതായത് ഏകദേശം 2400 രൂപ. അപ്പം സാലറി എന്ന് പറഞ്ഞിട്ട് 6000 രൂപ എയ്ക്കും 2400 രൂപ ബിക്കും കൊടുക്കുന്നു. അങ്ങനെ മൊത്തം 8400 രൂപ സാലറി എന്നും പറഞ്ഞിട്ട് ഈ ബാലൻസ് ഉള്ള 39,000-ൽ നിന്നും പാർട്ണേഴ്സിന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര വരും? ഇനിയിപ്പം ഈ 39,000-ൽ നിന്ന് 6ഉം 2ഉം 8,400 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 30,600. ഇനി ബാലൻസ് 30,600 രൂപ ഈ ഫേമിലുണ്ട്.
ഈ 30,600 രൂപയ്ക്കകത്തു നിന്ന് ഇനി കൊടുക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് കമ്മീഷനാണ് ഇനി കൊടുക്കാനുള്ളത്. കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 1:1 ഷെയർ ചെയ്യും. അപ്പോൾ കമ്മീഷൻ കൊടുക്കുന്നത് എയ്ക്ക് മാത്രമേ ഉള്ളൂ. കമ്മീഷൻ ടു എ 5,000 പെർ ആനാണ്. അപ്പോൾ ആ ഒരു വർഷം എയ്ക്ക് 5,000 രൂപ കമ്മീഷൻ കിട്ടും. അങ്ങനെ ഈ 5,000 രൂപ കമ്മീഷൻ കൂടെ പോയി കഴിഞ്ഞിട്ട് ബാലൻസ് ഇനിയിപ്പോൾ ഉള്ളത് 25,600 രൂപയാണ് ഈ ഫേമിൻ്റെ പ്രോഫിറ്റിൻ്റെ ബാലൻസ് ഉള്ളത്. ഈ 25,600 എന്തായിരിക്കും ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് 1:1 എന്ന് പറഞ്ഞിട്ട് ഇത് ഷെയർ ചെയ്തെടുക്കും. അപ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കൊക്കെ കിട്ടും? എയ്ക്കും കിട്ടും, ബിക്കും കിട്ടും. എയ്ക്ക് ഇനി ബാലൻസ് എത്രയാണ് നമുക്കുള്ളത്? ഇതിനകത്ത് ബാലൻസ് 25,600. ഈ 25,600 ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 1:1 റേഷ്യോയിൽ എയ്ക്കും ബിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് എയ്ക്ക് കിട്ടാൻ പോകുന്നത് 25,600 ഇൻറ്റു 1/2. ബിക്ക് കിട്ടാൻ പോകുന്നത് 25,600 ഇൻറ്റു 1/2. അതായത് ഈക്വലി ഷെയർ ചെയ്യും. എയ്ക്ക് 12,800 ബിക്ക് 12,800 ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പം അതുകൂടെ ചെയ്ത് കഴിയുമ്പം ഇത് കംപ്ലീറ്റ്ലി ഈ 50,000 കംപ്ലീറ്റ്ലി ഇപ്പം ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്. ഈ 50,000 നമുക്കറിയാം. ഈ 50,000 ഒരെമൗണ്ട് എക്ക് പോയിട്ടുണ്ട്, വേറൊരു എമൗണ്ട് ബിക്ക് പോയിട്ടുണ്ട്. ഇൻ ദ നെയിം ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ 50,000 നിന്ന് ഒരു എമൗണ്ട് എയ്ക്കും വേറൊരു എമൗണ്ട് ബിക്കും സാലറി എന്ന പേരിൽ പോയിട്ടുണ്ട്. പിന്നെ എയ്ക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 രൂപ പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള എമൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എയ്ക്കും ബിക്കും പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തമായി 50,000 രൂപയും ഷെയർ ചെയ്തു. ഇതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ പാർട്ട്നേഴ്സിനും എത്ര രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഇനി ആദ്യം ഇത് എയും ബിയും 2 പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 ആണ് എക്ക് കിട്ടിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബിക്ക് കിട്ടിയിരിക്കുന്നത് 6,000. ഓക്കെ, അപ്പം എക്ക് കിട്ടിയിരിക്കുന്നത് 5,000, ബിക്ക് കിട്ടിയിരിക്കുന്നത് 6,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രണ്ടാമത്തേത് സാലറി. ഈ സാലറി എന്ന് പറയുന്നത് 6,000 എയ്ക്കും 2,400 ബിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. സാലറി 6,000 എയ്ക്ക് 2,400 ബിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് കമ്മീഷൻ. എയ്ക്ക് മാത്രമേ കമ്മീഷൻ ഉള്ളൂ. അത് 5,000 രൂപയാണ് എയ്ക്ക് കിട്ടിയിരിക്കുന്ന കമ്മീഷൻ. ബിക്ക് ആക്ച്വലി കമ്മീഷൻ ഇല്ല. ഇനി എല്ലാം കഴിഞ്ഞ് അവസാനത്തെ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. ഷെയർ ഓഫ് പ്രോഫിറ്റ് അവസാനത്തെ അപ്രോപ്രിയേഷൻ 2 പാർട്ട്നേഴ്സും 12,800 വെച്ച് കിട്ടിയിട്ടുണ്ട്. അന്നുകൂടെ നമ്മൾ എഴുതുന്നു. 12,800 ഫോർ എ ആൻഡ് 12,800 ഫോർ ബി. ഈ ഒരു ടോട്ടൽ എടുക്കാം. എക്ക് വന്നിരിക്കുന്ന ടോട്ടൽ എന്ന് പറയുന്നത് 28,800. ബിക്ക് വന്നിരിക്കുന്ന ടോട്ടൽ 21,200. ഇതാണ് എക്കും ബിക്കും കിട്ടിയിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് എയ്ക്ക് ഇപ്പം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എയ്ക്ക് 4 അപ്രോപ്രിയേഷൻസ് എയുടെ പേരിൽ നടത്തിയിട്ടുണ്ട്. ആ 4 കൂടെ ടോട്ടൽ 28 ഉണ്ട്. ബിക്ക് 3 അപ്രോപ്രിയേഷൻസ് നടത്തിയിട്ടുണ്ട്. ആ 3 കൂടെ ടോട്ടൽ 21,200. ഇതിൻ്റെ 2 കൂടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 50,000 എന്ന് നമുക്ക് കാണാൻ പറ്റും. 50,000. ഇതാണ് ഫേമിൻ്റെ പ്രോഫിറ്റ്. ഈ ഫേമിൻ്റെ 50,000 രൂപ പ്രോഫിറ്റ് ഇതാ. ഈ 50,000 രൂപ പ്രോഫിറ്റിനകത്തുനിന്ന് എയ്ക്കൊരു 28,800 മൊത്തം അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിക്ക് കൊടുത്തിരിക്കുന്നത് 21,200 അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50,000 രൂപയും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നിങ്ങനെ 4 രീതിയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് അമോങ് പാർട്ട്നേഴ്സ്. അതായത് സിംപ്ലി പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മളിപ്പോൾ ചെയ്തതാണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പം ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ അപ്രോപ്രിയേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവർ എഗ്രി ചെയ്തിട്ടുണ്ട് 10%. അപ്പോൾ നമ്മൾ കൊടുത്തു. സാലറി അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അതും എയ്ക്ക് ഒരു കമ്മീഷൻ എഗ്രി ചെയ്തിട്ടുണ്ട്. അതും ഒരു പാർട്ട് ഓഫ് അപ്രോപ്രിയേഷൻ ആണ്. പിന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പം ബേസ്ഡ് ഓൺ ദി എഗ്രിമെൻറ്റ് അങ്ങനെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തം 50,000 രൂപ, ഈ 50,000 രൂപയും ഇപ്പം അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചെയ്തത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നും പറഞ്ഞിട്ട് എയ്ക്ക് 5,000 ബിക്ക് 6,000 ഒക്കെ കൊടുത്തത് എവിടെ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്നാണ്. സാലറി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന 6,000 2,400 ഒക്കെ എവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്.
അതായത് പ്രൊഫിറ്റിനെയാണ് നമ്മൾ പല രീതിയിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നത് ഓർത്തിരിക്കുക. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു സെഷനിൽ അത് കാണിക്കും. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഇൻസഫിഷ്യൻസി ഉള്ള കേസിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു ടി ഫോം ഓഫ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നു. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഒരു പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ. അതായത് എല്ലാ ബിസിനസ്സും പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനാണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്യും? ഒരു പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കിട്ടിയ ആ പ്രോഫിറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്നും നമ്മൾ നേരെ മാറ്റുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്കാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ്, നമ്മുടെ എക്സാമ്പിളിൽ 50,000 രൂപ പ്രോഫിറ്റാണ്. ഈ 50,000 രൂപ പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യണം പാർട്ണേഴ്സിൻ്റെ ഇടയിൽ. അത് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആ ഒരു ബേസും കാര്യങ്ങളും എല്ലാം എവിടെയാണ് കാണിക്കേണ്ടത്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അതായത് എവിടെയാണോ നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളൊരു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ബൈ പി ആൻഡ് എൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഫസ്റ്റ് ഇതാണ് ആദ്യത്തെ ഒരു ഐറ്റം ഇൻ ദ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, അത് നമുക്ക് സിമ്പിളായിട്ട് പറയും. പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഈ ക്രെഡിറ്റ് ചെയ്ത പ്രോഫിറ്റിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്ന അപ്രോപ്രിയേഷൻ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാര്യങ്ങളെല്ലാം പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇപ്പോൾ ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണ്, എയും ബിയും ആണെങ്കിൽ എയ്ക്ക് എത്ര ബിക്ക് എത്ര എന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. പിന്നെ അടുത്ത സാലറി ഉണ്ടെങ്കിൽ സാലറി ടു പാർട്ണേഴ്സ്, അത് എയ്ക്ക് എത്ര ബിക്ക് എത്ര എന്ന് സെപ്പറേറ്റ് കാണിക്കണം. അല്ലെങ്കിൽ ഓരോ പാർട്ണേഴ്സിന് എത്ര സെപ്പറേറ്റ് കാണിക്കണം. പിന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ ടു പാർട്ണേഴ്സ്, അതായത് എയ്ക്കും ബിക്കും എത്രയാണ് സെപ്പറേറ്റ് കാണിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചില കേസുകളിൽ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം, അതായത് ഈ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് പാർട്ണേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഒരു എമൗണ്ടും അപ്രോപ്രിയേഷനായിട്ട് ഇവിടെ കാണിക്കണം. പ്രോഫിറ്റിൻ്റെ അപ്രോപ്രിയേഷൻ തന്നെയാണ് അതും. അതുകൊണ്ട് അതും ഇവിടെ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും ടു ട്രാൻസ്ഫർ ടു റിസർവ്. ചിലപ്പോൾ അത് ജനറൽ റിസർവ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസർവ് ആകാം. അത് ഏത് റിസർവ് ആണോ ആ റിസർവിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ബാലൻസ് എമൗണ്ട് ഉള്ള വരും. അതാണ് ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടെ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് പാർട്ണേഴ്സ് ഫേമിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഡ്രോ ചെയ്ത എമൗണ്ടിൽ ഒരു ഇൻട്രസ്റ്റ് ഫേമിന് ചാർജ് ചെയ്യാൻ പറ്റും. ഇതും ബേസ്ഡ് ഓൺ ദി എഗ്രിമെൻ്റ് ആണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ണേഴ്സ് എഗ്രി ചെയ്തതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പാർട്ണേഴ്സ് എഗ്രി ചെയ്യാൻ പറ്റും. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ണർക്ക് ഫേം കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ണറുടെ കയ്യിൽ നിന്നും ഫേം വാങ്ങുന്ന ഒരു എമൗണ്ട് പോലെയാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് ഇവിടെ ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ണർ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകം പോലെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ഇൻകമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോർമലി ഇവിടെ ആയിരിക്കും ഒരു ബാലൻസിങ് ഫിഗർ വരുന്നത്. ഡെബിറ്റ് സൈഡിലായിരിക്കും ബാലൻസിങ് ഫിഗർ വരുന്നത്. അതായത് അപ്രോപ്രിയേറ്റ് ടോട്ടൽ ഈ കാണുന്ന ടോട്ടൽ, ഇതാണ് ടോട്ടൽ. ഈ രണ്ടും എമൗണ്ടോടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ വരുന്നത്. ഈ നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ക്രെഡിറ്റ് വരുന്നത്. അതായിരിക്കും ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിൽ അപ്രോപ്രിയേഷൻസ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ബാലൻസ് ഉള്ള എമൗണ്ട് എന്താണ്?
ടു ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫൈനലി അത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ടു ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഫൈനലി പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതിച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കും. എയ്ക്കും ബിക്കും എത്രയാണെന്ന് വെച്ചാൽ അത് വീതിച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇപ്പം ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റമാണ് വരുന്നത്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ്, 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 ഐറ്റമാണ് കോമൺലി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഈ ഡെബിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ കാണുന്നതെല്ലാം എന്താണ്? ഈ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഈ ഐറ്റംസ് എല്ലാം എന്താണ്? അപ്രോപ്രിയേഷൻസ്. ഇതാണ് അപ്രോപ്രിയേഷൻസ്. അതായത് ഈ കാണുന്ന ഈ 2 എമൗണ്ടിൻ്റെ ടോട്ടലിനെ അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്നതാണ് ഈ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ അപ്രോപ്രിയേഷൻസ് ആണ് നമുക്കുള്ളത്? ഇവിടെ കോമൺലി ഉള്ള അപ്രോപ്രിയേഷൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്ണർ, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ടു റിസർവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ അക്കൗണ്ട് ടാലിയാവും. ഈ ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ഫിഗറാണ്. അത് അവർ എഗ്രി ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇല്ലുസ്ട്രേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമിത് ബാബു ചാരു, ഇതിനെ ABC എന്ന് വിളിക്കാം. ഓക്കെ, അമിത് ബാബു ചാരു സെറ്റപ്പ് എ പാർട്ണർഷിപ്പ് ഫോം ഓൺ 1st April 2019. അപ്പോൾ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 1st April 2019. They contributed 50,000, 40,000 and 30,000 respectively. അപ്പം അമിത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അതായത് അമിത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000, ബാബുവിൻ്റെ ക്യാപിറ്റൽ 40,000, ചാരുവിൻ്റെ ക്യാപിറ്റൽ 30,000. ആൻഡ് എഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ 3:2:1 റേഷ്യോ. അപ്പം പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത് 3:2:1. അമിത് ഈസ് ടു ബി പെയ്ഡ് എ സാലറി ഓഫ് 1,000 പെർ മന്ത്. അതായത് സാലറി ടു അമിത് 1,000 പെർ മന്ത് എഗ്രി ചെയ്തിട്ടുണ്ട്. എയ്ക്ക് കിട്ടുന്ന ഒരു സാലറിയാണ് 1,000 പെർ മന്ത്. ആൻഡ് ബാബു എ കമ്മീഷൻ ഓഫ് 5,000. ബാബുവിന് കിട്ടുന്നത് ഒരു കമ്മീഷനാണ്, അത് ഫോർ ദ ഇയർ ആണ് 5,000. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% പെർ ആനം. അപ്പം ഈ എല്ലാ പാർട്ട്നേഴ്സിനും A, B and C എല്ലാ പാർട്ട്നേഴ്സിനും 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കിട്ടുന്നതായിരിക്കും. പിന്നെ ദ ഡ്രോവിങ്സ് ഫോർ ദ ഇയർ വെയർ 6,000 ഫോർ അമിത്, 4,000 ഫോർ ബാബു ആൻഡ് 2,000 ഫോർ ചാരു. അപ്പം 3 പാർട്ട്നേഴ്സിൻ്റെയും ഡ്രോയിങ്സും തന്നിട്ടുണ്ട്. അതായത് അമിത് 6,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഫേമിൽ നിന്നും, ബാബു ഒരു 4,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ആൻഡ് ചാരു ഒരു 2,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അത് ചാർജ് ചെയ്തിരിക്കുന്നത് 270 രൂപ ഫോർ അമിത് ആൻഡ് 180 ഫോർ ബാബു ആൻഡ് 90 ഫോർ ചാരു. The net profit as per the P&L account for the year ended 31st March 2020 was ₹35,660. Prepare profit and loss appropriation account to show the distribution of profit among the partners. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഇവിടെ വരയ്ക്കുന്നു ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ എഴുതണം, ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഡേറ്റ് തന്നിട്ടുണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. ക്രെഡിറ്റ് ഡെബിറ്റ് അത് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, ലെഫ്റ്റ് ഫോർ ഡെബിറ്റ് ആൻഡ് റൈറ്റ് ഫോർ ക്രെഡിറ്റ്. അതെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഫോർ ദ ഇയർ 35,660. അതായത് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ബൈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു 35,660. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് 270, 180 ആൻഡ് 90 റെസ്പെക്റ്റീവ്. അപ്പോൾ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എയ്ക്ക് 270 ഇന്നർ കോളത്തിൽ കാണിക്കുന്നു, ബിക്ക് 180 ഇന്നർ കോളത്തിൽ കാണിക്കുന്നു, സിക്ക് 90 ഇന്നർ കോളത്തിൽ കാണിക്കുന്നു. മൊത്തം കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 540. ഇത്രയുള്ള ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റമാണ്, നെറ്റ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി ഇതിൻ്റെ അപ്രോപ്രിയേഷൻസിന് അടുത്തത്
നമുക്കുള്ള അപ്രോപ്രിയേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സാലറി ഒരു അപ്രോപ്രിയേഷൻ ഉണ്ട്, കമ്മീഷൻ ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 അപ്രോപ്രിയേഷൻ ഉള്ളത്. ഫസ്റ്റ് ചെയ്യുന്നത് സാലറി. എയ്ക്ക് മാത്രമാണ് സാലറി അലൗഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് സാലറി ടു എ നമ്മൾ എഴുതും 1000 വെച്ചിട്ട് 12 മാസം 12,000. അതിന് രണ്ടാമത്തേത് കമ്മീഷനാണ്. കമ്മീഷൻ ടു ബി, ബിക്ക് മാത്രമാണ് കമ്മീഷൻ എഗ്രി ചെയ്തിരിക്കുന്നത്. അത് 5,000 ആണ്, 5,000 ഫോർ ദ ഇയർ. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പാർട്ണർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. എ ബി സി 3 പാർട്ണർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6% പെർ ആനം ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് എയുടെ ക്യാപിറ്റൽ 50,000 ഇൻറ്റു 6/100 3,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവിടെ എഴുതുന്നു 3,000. ഇനി ബിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ഇൻറ്റു 6/100, അത് 2,400 ആണ്. 2,400. അടുത്ത സിയുടേത് 30,000 ഇൻറ്റു 6/100 1,800. അപ്പം മൊത്തം ഇൻട്രസ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7,200. 7,200 മൊത്തം ഇൻട്രസ്റ്റ് 7,200. അപ്പോൾ എല്ലാ അപ്രോപ്രിയേഷൻസും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഡെബിറ്റ് സൈഡിൽ സാലറി ടു പാർട്ണർ, എക്ക് മാത്രമാണ് സാലറി ഉള്ളത്, അതുകൊണ്ട് സാലറി ടു എ. ദെൻ കമ്മീഷൻ ടു ബി, ബിക്ക് മാത്രമാണ് കമ്മീഷൻ ഉള്ളത്, സോ കമ്മീഷൻ ടു ബി എന്ന് എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, എല്ലാ പാർട്ണേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്, അതും നമ്മൾ ഡെബിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ അപ്രോപ്രിയേഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ അപ്രോപ്രിയേഷൻ. അപ്പോൾ ഫൈനൽ അപ്രോപ്രിയേഷൻ ചെയ്യണമെങ്കിൽ ബാലൻസ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 35,660 പ്ലസ് 540 36,200. ഇതാണ് ക്രെഡിറ്റ് ടോട്ടൽ 36,200. ഡെബിറ്റ് ടോട്ടൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 പ്ലസ് 5,000 പ്ലസ് 7,200 24,200. ഇതാണ് ഡെബിറ്റ് ടോട്ടൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ക്രെഡിറ്റ് ടോട്ടലാണ് കൂടുതൽ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രെഡിറ്റ് ഈസ് ഹയർ ദാൻ ഡെബിറ്റ്. ക്രെഡിറ്റ് ഈസ് ഹയർ ദാൻ ഡെബിറ്റ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലുള്ളത് 36,200. അതിനകത്ത് നിന്ന് ഓൾറെഡി 24,200 അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ആണ് ഇനി അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ബാലൻസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവരുടെ ഇടയിൽ വിധിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ബാലൻസ് എമൗണ്ട് എടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവിടെ പ്രോഫിറ്റിൽ കുറച്ച് എമൗണ്ട് ബാലൻസ് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതാ ക്രെഡിറ്റ് ടോട്ടൽ 36,200 എഴുതുന്നു. ഡെബിറ്റ് ടോട്ടലും അത് തന്നെ എഴുതുന്നു, 36,200 എഴുതുന്നു. ഇനി ആക്ച്വലി ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 36,200 മൈനസ് 24,200 12,000 രൂപയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അതായത് എഴുതുന്നു 12,000 രൂപ ഡിഫറൻസ് എഴുതുന്നു. ഈ 12,000 ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് ഈ 12,000 3:2:1 ഇതാണ് അവരുടെ എഗ്രീഡ് റേഷ്യോ. ഈ റേഷ്യോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് എഴുതുന്നു 2 ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എ ബി സി. എയുടെ ഷെയർ എത്രയാണ്? എയുടെ ഷെയർ എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 3/6 6,000. ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 2/6 4,000. സിയുടെ ഷെയർ എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 1/6 2,000. ഇതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഫൈനൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. എഴുതുന്നു 6,000 4,000 ആൻഡ് ഫോർ സി 2,000. അപ്പോൾ ഇതാണ് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.